യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകേണ്ടത് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ, പാർട്ടി പൊസിഷനിൽ, പഞ്ചായത്തിൽ, ലോക്സഭയിൽ, നിയമസഭയിൽ ഇപ്പൊ പാർട്ടി നന്നായിട്ട് പരിഗണിക്കുന്നുണ്ട്. അതൊരു നെസസിറ്റിയാണ്. അത് ഉപതെരഞ്ഞെടുപ്പിലും അതിൽ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമൊന്നുമില്ല. വിന്നബിലിറ്റിക്കാണ് ഏറ്റവും പ്രാധാന്യം. വിന്നബിലിറ്റി ഉള്ള കാൻഡിഡേറ്റിന് കൊടുക്കണം. സാധ്യത പറയുന്ന പേരുണ്ടല്ലോ, ആ പേരിനോട് ജില്ലയിലെ നേതാക്കൾക്ക് അതിർത്തിയുള്ളപ്പോൾ അതെങ്ങനെ പരിഹരിക്കും? ജില്ലയിൽ നിന്നും ഉയരുന്ന ഒരു ആവശ്യങ്ങളായിട്ട് അങ്ങനെ നേതാക്കന്മാരാരെങ്കിലും നിങ്ങളോട് പറഞ്ഞു? ജില്ലയിൽ അത്രേ ഉള്ളൂ. അപ്പൊ റിപ്പോർട്ടുകൾക്ക് എതിർപ്പുണ്ടെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ജില്ലയിലെ നേതാക്കന്മാർക്ക് എതിർപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. പുറത്തുനിന്ന് ഒരാൾ വേണ്ട എന്നുള്ളൊരു നിലപാട് പാലക്കാട് നിന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വിന്നബിലിറ്റിനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അല്ല, വിന്നബിലിറ്റി പരിഗണിച്ച് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി വരിക. വിന്നബിലിറ്റിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം. പ്രതിഷേധ സ്വരങ്ങളെയും കേൾക്കുമോ? ഉയർന്ന സ്വരങ്ങളെയും കേൾക്കുമോ? അതൊക്കെ അതിനത്രയും വലിപ്പമുള്ള ആൾക്കാരല്ല അതൊക്കെ പറയേണ്ടത്. ഞാൻ ഇതിനകത്തൊരു ഡിസിഷൻ മേക്കർ ഒന്നും അല്ലല്ലോ. ഞാൻ അവിടെ നേരത്തെ പാർട്ടി പറഞ്ഞ് അവിടെ മത്സരിച്ച ഒരാളാണ്. അവിടുത്തെ ജനങ്ങൾ വോട്ട് നിന്ന് ജയിച്ചു. അപ്പൊ ഇനിയിപ്പോ അവിടെ പിന്നെ പ്രത്യേകിച്ച് 2026 UDFന്റെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ളത് ഒരു എന്താ പറയാ അൺഡൌട്ടഡ് പിന്നെ ആയിട്ടുള്ള സംശയമില്ലാത്ത തരത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ 2026 UDF അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളതിന്റെ തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു UDF പ്രതിനിധി ഇപ്പോഴും 2026 ജയിച്ചു വരുന്നത് ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പൊ അതിന് ചേർന്നൊരു തീരുമാനം അവിടുത്തെ ജനത. ഇപ്പൊ ഞങ്ങൾക്ക് അവിടെ കിട്ടിയ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഒരു സെക്കൻഡ് കൂടെ എന്നെ ഒന്ന് കേൾക്കണം. നമ്മുടെ പാലക്കാടിന് കിട്ടിയ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കിട്ടിയത്. അപ്പോൾ വീണ്ടും ഒരു UDF ഗവൺമെന്റ് വരാൻ പോകുന്നു. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഗുണപരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതിന് ജനങ്ങൾക്ക് ബോധ്യം വരുന്ന ഒരു നല്ല സ്ഥാനാർത്ഥി, വിന്നബിലിറ്റിയുള്ള, എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാവുന്ന, മത്സരിപ്പിച്ചാൽ ജയിക്കാവുന്ന ഒരു നല്ല സ്ഥാനാർത്ഥി പാലക്കാട് വരും. അതിന്റെ മാനദണ്ഡം വിന്നബിലിറ്റി ആയിരിക്കും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ചെറുപ്പക്കാർക്ക് സീറ്റ് വേണമെന്നുള്ളതൊക്കെ ഞങ്ങൾ എല്ലാ കാലത്തും പറയുന്നതും പാർട്ടി ഇപ്പൊ തന്നെ നിങ്ങൾ ആ പട്ടിക എടുത്ത് നോക്കുക. പാർട്ടി വളരെയധികം പ്രാധാന്യത്തോടെ പിന്നെ കൺസിഡർ ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റു കാര്യങ്ങൾ റിപ്പോർട്ടിലാണുള്ളത്, അല്ലാണ്ട് നേതാക്കന്മാർക്കല്ല. പാർട്ടി ഏറ്റവും ദൌത്യമായിരുന്നു വടകരക്ക് മത്സരിക്കുക. സ്വാഭാവികമായും സിറ്റിംഗ് സീറ്റാണ്. സ്വാഭാവികമായപ്പോ ഞാൻ പറയുന്ന മത്സരിക്കുന്ന നിർബന്ധം ഷാഫിക്കുണ്ടാവും. അങ്ങനെ പാർട്ടിയുടെ മുമ്പിൽ പറയാൻ പറ്റുമോ? താല്പര്യം പാർട്ടി അറിയിക്കും. എന്നോട് പാർട്ടിയുടെ അഭിപ്രായം ചോദിച്ചാൽ, ജയിക്കാൻ ആരാണ് നല്ലതെന്ന് ചോദിച്ചാൽ, എനിക്ക് അവിടുന്ന് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഞാൻ പാർട്ടിയെ അറിയിക്കും. അല്ലാണ്ട് ഞാൻ അതിലൊരു ഡിസിഷൻ മേക്കർ അല്ലല്ലോ. എനിക്ക് നിർബന്ധം, ഞാൻ മത്സരിച്ച സീറ്റ് ഞാൻ പറഞ്ഞാൽ അങ്ങനെയില്ല. ജയിക്കണം, അതാണ് നിർബന്ധം. അതിനെന്താണോ വേണ്ടത്, ആരാണോ വേണ്ടത്, അത് പാർട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് എന്റെ ഉത്തരവാദിത്വം. ഞാൻ കരുതുന്നു. ഒരു കാര്യം എന്ന് പറയുന്നത് പാലക്കാട് മണ്ഡലം BJPക്കും ആലത്തൂർ CPM-നും വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടക്കും. അതിനുവേണ്ടി GP തന്നെയാണ് നേതൃത്വം കൊടുത്ത് അത്തരത്തിലുള്ള ഒരു ചർച്ചയും നീക്കുപോക്കും. അതിനോടുള്ള പ്രതികരണം അങ്ങനെ സംഭവിക്കും? ഇല്ല, അങ്ങനെ സംഭവിപ്പിക്കാൻ നേതൃത്വം ശ്രമിച്ചാലും അതിന് പാലക്കാട്ടെ CPM പ്രവർത്തകർ ഉൾപ്പെടെ നിന്നു കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതിപ്പോ അവര് എക്സ്പോസ്ഡായി, ഈ ചർച്ചകളും ഈ ബന്ധവും എക്സ്പോസ്ഡായി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടു. പാർട്ടി പ്രവർത്തകരുടെ മുമ്പിൽ പിന്നെ ശരിയായ രീതിയിൽ മറുപടി പറയാൻ കഴിയാത്ത തരത്തിൽ ഈ ബന്ധം എക്സ്പോസ്ഡായി. അതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതികരിക്കാനാണ് പിന്നെ യഥാർത്ഥ രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾ തയ്യാറാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJP CPM നെക്സസിനെ പരാജയപ്പെടുത്താൻ പാലക്കാട്ടെ ജനങ്ങൾ രംഗത്ത് വരും എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ സ്ഥാനാർത്ഥിയെ പാർട്ടികൾക്ക് തീരുമാനിക്കാം. തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് ജനങ്ങളാണല്ലോ. അപ്പൊ ആ നെക്സസിനെതിരായി കൂടെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാവും. BJPക്കെതിരായും ജനങ്ങൾ വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. കാരണം ഒരു സീറ്റ് ജയിക്കാൻ വേണ്ടി തൃശൂർ പൂരം പോലൊന്ന് കലക്കാൻ CPM-നുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BJP എന്നുള്ളത് ഇപ്പൊ കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. അതിനെതിരെയുള്ള ആദ്യത്തെ അടിയായിരിക്കും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ്. BJPയുടെ ആ നെക്സസിനെയും കള്ളക്കളിയെയും ഒരു സീറ്റിന് വേണ്ടി തൃശൂർ പൂരം പോലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മഹാ ഉത്സവത്തെ, അതിന്റെ വിശ്വാസപരമായ ചടങ്ങുകളെ, അതിനെയൊക്കെ തകർക്കാൻ, സീറ്റിന് വേണ്ടി അതിനൊക്കെ തകർക്കാൻ CPM-വുമായി കൂടിയ BJPക്ക് ഉള്ള അടിയായിരിക്കും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. 2021 പിന്നെ യഥാർത്ഥത്തിൽ അന്ന് മെട്രോമാനാണ് അവിടെ മത്സരിച്ചത്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ കുറെ പ്രസ്താവനകളൊക്കെ
പിന്നെ ഇതായിട്ട് വന്നത്. പക്ഷെ ആ ഒരു സമയത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഹൈപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറെ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് മുഴുവൻ BJP വോട്ടല്ല. BJP വോട്ട് ഇപ്പൊ ഇത്തവണ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിയാലും 10,000-ഓളം വോട്ടിന്റെ താഴെയാണ് അവിടെ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോൾ 17,000-ഓളം വോട്ടിന് താഴെയാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അത് മുഴുവൻ BJP വോട്ടല്ല, അത് മെട്രോമാൻ ശ്രീധരൻ എന്നുള്ള പേരിന് അന്ന് കിട്ടിയ വോട്ടുകളാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യമില്ല. യൂത്ത് ലീഗ് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഈ പറഞ്ഞ ADP വിഷയത്തിൽ മുഖ്യമന്ത്രി ആദ്യം ആവശ്യപ്പെട്ട പ്രതിഷേധമാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കാണുന്നില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയതും അവിടെ പിന്നെ സംഘർഷം ഉണ്ടായതും ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ. കഴിഞ്ഞ ദിവസം കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്ത്, അതിന്റെ മുമ്പത്തെ ഒരു സമയം രാഹുൽ വരെ ഇതായിരുന്നു. പിന്നെ അതിന്റെ മുമ്പത്തെ സമരങ്ങളിൽ അബിൻ വർക്കിക്ക് ഉൾപ്പെടെ മർദ്ദനമേൽക്കണം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ശേഷം സമരം നടന്നു. കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സമരങ്ങളില്ല എന്ന് പറയരുത്. ജില്ലകളിൽ മാർച്ചുകൾ നടന്നിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. അവർ ആഹ്വാനം ചെയ്ത സമരങ്ങൾക്കൊടുവിൽ നിരന്തര സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ എല്ലാ ദിവസവും വിഷയങ്ങളാണ്, എല്ലാ ദിവസവും പ്രതികരണങ്ങളും ഉണ്ടാവുന്നുണ്ട്.